നമസ്കാരം. പരസ്പരം യാതൊരു ശത്രുതയുമില്ലാത്ത നിഷ്കളങ്കരായ മനുഷ്യരെ മതത്തിന്റെ പേരിൽ കൊന്നു തള്ളാൻ മുന്നിട്ടിറങ്ങുന്നവരുടെ അഴിഞ്ഞാട്ടമാണ് ബഹുസാംസ്കാരിക രാജ്യമായ ഓസ്ട്രേലിയയിൽ നമ്മൾ കണ്ടത്. ഇസ്രായേലിന് പുറത്ത് സുരക്ഷിതമെന്ന് കരുതുന്ന രാജ്യത്തിൽ പോലും ജൂത സമൂഹത്തെ ലക്ഷ്യമാക്കി വെടിവെപ്പ് പോലുള്ള അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട കുറ്റകൃത്യമാണോ, അതോ ആഗോളതലത്തിൽ ഉയർന്നു വരുന്ന മതവിദ്വേഷത്തിന്റെയും തീവ്രവാദ ചിന്തകളുടെയും പ്രതിഫലനമാണോ? ഈ വിഷയമാണ് ഇന്നത്തെ ഷെക്കീന ന്യൂസ് 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയും നാഷണൽ ഡെസ്കിൽ നിന്നും ജോൺ ജോസും പങ്കുചേരുന്നു. ആദ്യം നമുക്ക് ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരിയിലേക്ക് പോകാം. സർ, നമ്മളെല്ലാവരും ഇപ്പം ഞെട്ടലോടെ കേട്ട ഒരു വാർത്തയാണ്, തൊട്ടടുത്ത് നമ്മൾ കേട്ട വാർത്തയാണ് ഓസ്ട്രേലിയയിലെ വെടിവെപ്പ്. എന്നാൽ കുറച്ചുകൂടി നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗാസ പ്രശ്നത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ട് ഇപ്പോൾ ലോകം മുഴുവനും ഇസ്ലാമിക സമൂഹത്തിന് ജൂത സമൂഹത്തോടൊരു ശത്രുത വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇതിനെങ്ങനെയാണ് നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയുന്നത്? ഇന്നലെ നടന്ന സംഭവം വാസ്തവത്തില് ലോകത്തിലെ ഭീകര പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ആൾക്ക് ഞെട്ടാൻ കഴിയാറില്ല. കാരണം ഞെട്ടിച്ചെട്ടി ആൾക്കാരുടെ ഞെട്ടൽ തീർന്നുപോയി, ഞെട്ടാനൊന്നും ബാക്കിയില്ല ഇനി. അപ്പൊ ഇതിലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭീകര പ്രവർത്തനം യൂറോപ്പിലായിക്കൊള്ളട്ടെ, അമേരിക്കയിലായിക്കൊള്ളട്ടെ, ഇന്ത്യയിലായിക്കൊള്ളട്ടെ, ഇപ്പോൾ ഓസ്ട്രേലിയയിലും ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുമ്പം ആരാണ് ആക്രമിച്ചതെന്ന് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ആക്രമിച്ച ഇസ്ലാമിസ്റ്റുകളാണ്. മറുഭാഗത്ത് ആരുണ്ട് എന്ന് നോക്കിയാൽ മതി. മറുഭാഗത്ത് യൂറോപ്പിലോ അമേരിക്കയിലോ ആണെങ്കിൽ മറുഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത് ക്രിസ്ത്യാനികളാണ്, അപൂർവമായിട്ട് ജൂതന്മാരാണ്. ഇസ്രായേലിലാണെങ്കിൽ ജൂതന്മാരാണ് മറുഭാഗത്തുണ്ടാവുക. ഇന്ത്യയിലാണെങ്കിൽ ഇവിടെ മറുഭാഗത്തുണ്ടാവുക ഹിന്ദുക്കളാണ്. ഇപ്പൊ ഇവിടെ ഓസ്ട്രേലിയയില് ഇന്നലെ ഉണ്ടായത് ജൂതന്മാരാണ്. ഇനി ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഷെക്കീനായിലെ പ്ലാറ്റ്ഫോമിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ ആഘോഷം അത് ജെറുസലേം ദേവാലയവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ്. ഒരുപക്ഷെ അവര് ഈ ദിവസം ആക്രമണത്തിന് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം ആ ഒരു ദേവാലയവുമായുള്ള ബന്ധമായിരിക്കാം. കാരണം ഇപ്പോഴ് ഈ ഗാസ പ്രദേശത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിൽ നടക്കുന്ന ഈ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം അവിടെയുള്ള അൽ അക്സ എന്ന് പറയുന്ന ദേവാലയം തന്നെയാണ്. വേറെ ഒന്നുമല്ല, അതിന്റെ അടിസ്ഥാന കാരണം ആ ദേവാലയമാണ്. അപ്പൊ അതുകൊണ്ടാണ് 1948 ഈ പ്രശ്നം തീരാതെ പോയത്. അത് രണ്ടായിട്ട് വീതിച്ചു കൊടുത്ത സമയത്ത് അന്തസ്സായിട്ട് ആ വീതം അങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു. അന്ന് ജെറുസലേം എന്ന് പറയുന്ന പ്രദേശം അത് ഒരു ഇന്റർനാഷണൽ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമായിട്ട് നിർദ്ദേശിക്കപ്പെട്ടത് അംഗീകരിക്കാനും കഴിയാതെ പോയ ഇസ്ലാമിക രാജ്യങ്ങളാണ് അന്ന് ഇസ്രായേലിനെ കയറി ആദ്യം ആക്രമിക്കുകയും തിരിച്ച് നല്ല അടി വാങ്ങി ഓടി ആ ജെറുസലേം പട്ടണത്തിന്റെ പകുതി അന്ന് നഷ്ടപ്പെടുത്തുകയും പിന്നീട് 1967 രണ്ടാമത്തെ യുദ്ധത്തില് ഇസ്രായേൽ ജെറുസലേം പൂർണ്ണമായും കൈയടക്കുകയും ഒക്കെ ചെയ്ത കഥകൾ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഈ തെക്കൻ ജെറുസലേം എന്ന് പറയുന്ന ആ പ്രദേശം, അവിടെ ജൂതന്മാരുടെ ലോകത്തിലെ ഏക ദേവാലയത്തിന്റെ പുറത്ത് പണിത് വെച്ചിരിക്കുന്ന അൽ അക്സ എന്ന് പറയുന്ന മുസ്ലിം മോസ്ക്, ആ മോസ്കിനെ ചൊല്ലിയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്ന ഗാസയിൽ നടക്കുന്ന വിഷയങ്ങളിൽ പോലും ഉള്ളത്. ഈ ഗാസയിൽ നിന്ന് അന്ന് 2023 ഒക്ടോബർ 7 ഹമാസ് ഒരു ഭീകരാക്രമണം ആ സമയത്ത് സംഘടിപ്പിക്കാനുണ്ടായതിന്റെ പ്രധാനപ്പെട്ട പ്രചോദനം ഈ ജൂതന്മാരെ ഒരു മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ ഈ അലാസ്ക കോമ്പൗണ്ട് വിസിറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം തന്നെയാണ് ഇന്ന് എലാബറേറ്റ് ചെയ്യപ്പെട്ട് അവിടെ കയറി ഇസ്രായേൽക്കാരുടെ വീട്ടിൽ കയറി അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിന് അവർ തിരിച്ചടി കൊടുക്കുകയും ചെയ്തതിന്റെ തുടർച്ച ആണ് നമ്മളിപ്പോൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗം തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു ഭീകരതയുടെ ഒരു ലിങ്ക് മാത്രമാണ് ഇന്നലെ നമ്മൾ അവിടെ കണ്ടത്. കാരണം ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, ഇവരെ ഈ നവംബർ 1 മുതൽ 28 വരെ ഫിലിപ്പൈൻസിലെ മിഡാനോവ എന്ന് പറയുന്ന ഒരു ദ്വീപ്, ആ ദ്വീപ് അറിയപ്പെടുന്നത് ഹോട്ട് ബെഡ് ഓഫ് ഇൻസർജൻസി എന്നാണ്. ഹോട്ട് ബെഡ് ഓഫ് ഇൻസർജൻസി എന്നറിയപ്പെടുന്ന ഫിലിപ്പൈൻസിലെ മിഡാനോവ എന്ന് പറയുന്ന ഒരു ദ്വീപ് ഈ അപ്പനും മകനും കൂടെ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അപ്പൻ സജിദ് എന്ന് പറയുന്ന ആളെ യാത്ര ചെയ്ത് ഇന്ത്യൻ പാസ്പോർട്ടിലാണെന്ന് ഓർക്കണം. അയാളുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അതായത് ഈ അപ്പൻ എന്ന് പറയുന്ന ഇപ്പൊ കൊല്ലപ്പെട്ട ഒരു തീവ്രവാദി, അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പൗരനാണെന്നുള്ള ഒരു വാർത്തയും കൂടി ഇപ്പം വന്നിട്ടുണ്ട്. ആയിരിക്കാം. കാരണം ഇന്ത്യയിലെ തീവ്രവാദികളും ഇതിനകത്ത് ലിങ്ക്ഡ് ആണ് എന്നുള്ളതാണ്. കാരണം ഓസ്ട്രേലിയ ഇതുവരെ ഇപ്പൊക്കെയാണ് ഈ ലേറ്റസ്റ്റ് ന്യൂസ് നോക്കുമ്പോൾ വരെ ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്ററുടെ നാഷണാലിറ്റി പുറത്തുവിട്ടിട്ടില്ല. ഇവര് പാകിസ്ഥാനികളാണെന്ന് പറയപ്പെടുന്നുണ്ട്. അരമണിക്കൂർ മുമ്പ് വരെ പ്രൈം മിനിസ്റ്ററോട് ചോദ്യത്തിൽ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. ഒരുപക്ഷെ ഇയാളുടെ നാഷണാലിറ്റിയെ സംബന്ധിച്ച് ഡൗട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം, ഒരുപക്ഷെ ഇയാൾ ഇന്ത്യക്കാരനായിരിക്കാം. ഇയാള് 98 മുതൽ ഓസ്ട്രേലിയയിലുണ്ട്. 98 ഇയാൾ സ്റ്റുഡന്റ് വിസയിൽ എത്തുകയും പിന്നീട് അയാളുടെ ഭാര്യയുടെ വിസയിൽ എത്തുകയും ഒക്കെ ചെയ്തതായിട്ട് ഇയാളെ സംബന്ധിച്ച് രേഖകൾ പുറത്തു വരുന്നുണ്ട്.
അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട 2-3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഒന്ന്, ഇതിന്റെ ഇന്റർനാഷണൽ ലിങ്കാണ്. ഈ പറയുന്ന ഈ ISIS എന്ന് പറയുന്ന സാധനം അതൊരു സ്ലീപ്പിംഗ് സെല്ലായിട്ട് ഇന്ത്യയിലായിക്കൊള്ളട്ടെ, കേരളത്തിലായിക്കൊള്ളട്ടെ, ഓസ്ട്രേലിയയിലായിക്കൊള്ളട്ടെ, ഇസ്രായേലിലായിക്കൊള്ളട്ടെ, മിഡിൽ ഈസ്റ്റിൽ ഏതെങ്കിലും രാജ്യത്തായിക്കൊള്ളട്ടെ, യൂറോപ്പിലായിക്കൊള്ളട്ടെ, അമേരിക്കയിലായിക്കൊള്ളട്ടെ, ലോകത്തെ എല്ലാ ഭാഗത്തും പരന്നു കിടക്കുന്ന ഒരു ചങ്ങലയാണിത്. ഇത് ഇന്റർലിങ്ക്ഡ് ആയിട്ട് ലോകത്തിൽ ഏത് സമയത്തും എവിടെയും ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുള്ള സാധനമാണ്. രണ്ടാമത്തെ കാര്യം, ഇയാളെ 98-ൽ ഓസ്ട്രേലിയ പോലെ പരിഷ്കൃതമായ ഒരു രാജ്യത്ത് കുടിയേറിയിട്ടും, അതായത് വിദ്യാർത്ഥിയാണ്, ചെറുപ്പക്കാരനാണ്, മനസ്സ് മോഡിഫൈ ചെയ്യപ്പെടുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ അയാളോട് കയറിയിട്ടും 10-30 കൊല്ലം അത്രയും പരിഷ്കൃതമായ ഒരു രാജ്യത്ത് ജീവിച്ച ഈ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ഈ ഇസ്ലാമിക വിശ്വത്തിന് യാതൊരു മോഡിഫിക്കേഷനും സംഭവിച്ചില്ല എന്നുള്ളത് അങ്ങേയറ്റം ശ്രദ്ധേയമായ കാര്യമാണ്. അതായത് നമ്മളൊക്കെ പറയുന്ന ഈ 3 വയസ്സിൽ തലയിൽ അടിച്ചു കയറ്റുന്ന ഈ സാധനം ഒരു തരത്തിലും തിരിച്ചറക്കാനാവില്ല എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണത്. അതിന്റെ രണ്ടാമത്തെ സംഗതി, അയാളുടെ മകനിലേക്ക് അയാൾ അത് കുത്തിവെച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇവര് തലമുറകളായി ഈ വിഷം, ഈ അവരുടെ മതത്തിൽപ്പെടാത്തവരെ വധിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ആ വിഷം, അങ്ങനെ വധിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിൽ ഏതാണ്ട് കിട്ടും എന്നുള്ള ആ വിഷം തലമുറകളായി ഇവർ കൈമാറുന്നു എന്നുള്ളതാണ്. കാരണം ഈ കൊലപാതക മേഖലയിലേക്ക് മകനെ വിളിച്ചുകൊണ്ട് വരുന്ന അപ്പന് നിശ്ചയമുണ്ട് മകൻ അവിടെ വെച്ച് കൊല്ലപ്പെടുമെന്നുള്ളത്. ഏതൊരപ്പനാണ് മകനെ മരണത്തിന് വിട്ടുകൊടുക്കുക? അപ്പൊ മകനെ മരണത്തിന് വിട്ടുകൊടുക്കുന്ന എന്തോ വിശുദ്ധമായ കാര്യമാണ് എന്ന് ധരിക്കുന്ന ആളുകൾ ഇസ്ലാമിസ്റ്റുകളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഗാസയിൽ ഇവരുടെ ഒരു നിലവിളി ഉണ്ടല്ലോ, ഇസ്രായേൽക്കാരാണ് കുഞ്ഞുങ്ങളെ കൊന്നു പറഞ്ഞിട്ട് കരച്ചിലുണ്ടല്ലോ. ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവര് മുൻപിൽ കൊണ്ടുവന്ന് ഹ്യൂമൻ ഷീൽഡായി ഉപയോഗിച്ചിട്ട് ആ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതാണ്. ഇനി അഥവാ ആ കുഞ്ഞ് അവിടെ കൊല്ലപ്പെട്ടില്ലെങ്കിൽ ആ കുഞ്ഞിനെ എന്തിനാണ് ഇവർ വളർത്തിയെടുക്കുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഈ 24 വയസ്സുകാരൻ നവീൻ ഇന്നലെ അവിടെ കാണിച്ചത്. ഈ പറയുന്ന കുഞ്ഞ് ചെറുപ്പത്തിൽ കൊല്ലപ്പെട്ടില്ലെങ്കിൽ 24 വയസ്സാകുമ്പോൾ അവൻ തോക്കുമായിട്ട് ഇറങ്ങും, ജൂതനെ കൊല്ലാൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊല്ലാൻ, അതും അല്ലെങ്കിൽ ഹിന്ദുവിനെ കൊല്ലാൻ. അപ്പൊ ഈ ഒരു സംഗതി അത് പ്രത്യേക ഈ വളരെയേറെ പാഠങ്ങൾ നൽകുന്ന ഒരു സംഗതിയാണിത്. അതായത് ഇവര് ക്യൂറബിൾ അല്ല, ഇവരുടെ മനസ്സിനകത്തുള്ള ഈ ഭ്രാന്ത് ക്യൂറബിൾ അല്ല. ഒന്ന്. രണ്ട്, ഇത് തലമുറകളിലേക്ക് അത്രത്തോളം കാഠിന്യത്തിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. ഈ ടെക്നോളജിയുടെ യുഗത്തില്, വിദ്യാഭ്യാസത്തിന്റെ യുഗത്തില് മനുഷ്യരെല്ലാവരും വെളിവ് വെച്ച് വരുമ്പം ഈ ഒരു കൂട്ടർ മാത്രം ഈ ഭ്രാന്തിനകത്ത് സഞ്ചരിക്കുന്നു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമായ സംഗതിയാണ്. വേറൊന്ന്, നമ്മുടെ നാട്ടിലെ പത്രങ്ങളടക്കം എടുത്തു കാണിച്ചത് ഒരു അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ്. അവിടെ രക്ഷകനായി അവതരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പറയാതെ പറയുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ല മനുഷ്യരുണ്ട് എന്ന് ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം ഈ വെടിവെച്ചവൻ ഏതോ ഒരു അബദ്ധസഞ്ചാര വെടിവെച്ചവനും മറ്റവൻ ആണ് ശരിക്കുള്ള മുസ്ലിം, ഇങ്ങനെ ആളുകളെ രക്ഷിക്കുന്നവനാണ് ശരിക്കുള്ള മുസ്ലിം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിച്ച കാര്യം. അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. അയാള് മുസ്ലിം ആണോ എന്നതിനെ സംബന്ധിച്ചുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അത് അയാള് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന ആളുകളുണ്ട്. അയാള് പിന്നെ സിറിയക്കാരനായ ഒരു ക്രിസ്ത്യാനിയാണ്. പിന്നീട് അദ്ദേഹം ഇറ്റലിയിലേക്ക് പോയതാണ്, ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. ഇത് ഇപ്പോഴും അയാളുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള പ്രൂഫുകൾ വന്നിട്ടില്ല. അയാൾ ക്രിസ്ത്യാനിയാണോ ഇസ്ലാം ആണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഈ കഥയ്ക്ക് 2 ഉപകഥകൾ കൂടിയുണ്ട്. വാസ്തവത്തിൽ ഇയാളല്ല ആദ്യമായിട്ട് ഈ ആക്രമണികളെ തടയാൻ ശ്രമിച്ചത്. ഈ ആക്രമണികളെ തടയാൻ ശ്രമിച്ച വേറെ 2 പേരുണ്ട്. ഇവര് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇവരെ കയറി പിടിച്ച 2 പേരുണ്ട്. ഇന്ന് ഒരു ചൈനീസ് ടെലിവിഷനാണ് അതിന്റെ പ്രൂഫ് ഈ അടുത്ത സമയത്താണ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ ദമ്പതികളുടെ പേര് ബോറിസ് ഗുർമാൻ ആൻഡ് സോഫിയ എന്നാണ്. ഈ ബോറിസ് ഗുർമാന് 69 വയസ്സ് പ്രായമുണ്ട്. ഈ സോഫിയ എന്ന് പറയുന്ന ലേഡിക്ക് 61 വയസ്സ് പ്രായമുണ്ട്. ഇവര് റഷ്യൻ ബോൺ ജൂയിഷ് കപ്പിളാണ്. ഇവരാണ് ഇവരെ തോക്കുമായി ഈ ഭീകര പ്രവർത്തകര് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആദ്യം ഇവരാ കയറി പിടിച്ച് ഈ 2 പേരെയും താഴെ വീഴിക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ ഈ ചെറുപ്പക്കാർ 24 വയസ്സുള്ളവൻ അവരെ ഓവർപവർ ചെയ്യാനും ആ 2 പേരെ കൊല്ലാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആദ്യം രക്തസാക്ഷികളായവര് ഈ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട്, ഇവര് ശരിക്കും അവിടെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നവരല്ല, റോഡ് വക്കിൽ നിന്നവരാണ്. ഇവര് തോക്കുമായിട്ട് കാരണത്ത് ഇറങ്ങുന്ന കണ്ടുകൊണ്ട് കയറി പിടിച്ചതാണ്. അങ്ങനെ കയറി പിടിച്ച് അവരെ വീഴ്ത്താൻ ശ്രമിച്ച് അവരെന്താ ചെയ്യാൻ പോകുന്നൊരു ഉറപ്പില്ല. തോക്ക് കേട്ടപ്പോൾ കയറി പിടിച്ചതാണെന്ന് ഓർക്കണം. അതിന്റെ പേര് മനുഷ്യത്വം എന്നാണ്. ഈ അഹമ്മദ് അൽ അഹമ്മദും ഈ മനുഷ്യനെ കയറി പിടിച്ചത് മനുഷ്യത്വത്തിന്റെ പേരിലാണ്. മനുഷ്യത്വമുള്ള മനുഷ്യർ ലോകത്തെമ്പാടുമുണ്ട്. അവന്റെ മതം നോക്കേണ്ട ആവശ്യമില്ല. അവൻ ജൂതനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും പേരുകൊണ്ട് മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവനത് ചെയ്തിരിക്കും. അത് മനുഷ്യത്വമുള്ള മനുഷ്യനായതുകൊണ്ടാണ്. നേരെ മറിച്ച് അവിടെ ആക്രമിച്ചവർക്കൊരു മതമുണ്ട്. അവൻ മതത്തിന്റെ പേരിലാണ് അത് ചെയ്തത്. ഇത് മനുഷ്യത്വവും മതവും തമ്മിലുള്ള യുദ്ധമാണ് വാസ്തവത്തിൽ നമ്മളിവിടെ കണ്ടത്. ഇപ്പൊ ഇസ്ലാമിക് ബ്രദർഹുഡ് അല്ലെങ്കിൽ മനുഷ്യനെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്ന അവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ആ മനുഷ്യൻ എന്ന് പറയുന്നത് മുസ്ലിം മാത്രമാണ്. ബാക്കിയുള്ളവർ അതിൽ ഉൾപ്പെടുന്നില്ല.
ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തെ എല്ലാ മനുഷ്യരെയും കൊല്ലുന്നു പറഞ്ഞാൽ ഒരു മുസ്ലിമിനെ കൊന്നാൽ ലോകത്തിലെ എല്ലാ മുസ്ലിമിനെയും കൊല്ലുന്നു, അല്ലാണ്ട് വേറെ മനുഷ്യരെ കൊല്ലുന്നതിനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നു. ഇവിടെ നമ്മൾ ഈ അഹമ്മദ് അൽ അഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലോകത്തിൽ രണ്ട് കാറ്റഗറി ആളുകളാണ്. ഒന്ന് ഇസ്ലാമിസ്റ്റുകളാണ്, വേറൊന്ന് മനുഷ്യരാണ്. മനുഷ്യരെന്ന് പറഞ്ഞാൽ സഹജീവികളെ സഹായിക്കുന്നവരാണ്, ഒരുത്തരം അപകടം പറ്റുമ്പോൾ കൈ നീട്ടുന്നവരാണ്. അവന്റെ ജാതിയോ മതമോ അല്ലെങ്കിൽ രാജ്യമോ അവന്റെ നിറമോ ഒന്നും നോക്കിയിട്ടല്ല മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കുന്നത്. അവൻ അപകടത്തിലാണ് എന്ന് കാണുമ്പോൾ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റാണ്. ഈ അഹമ്മദിന്റെ കഥ പറയുമ്പോൾ അവന്റെ സുഹൃത്ത് പറയുന്നുണ്ട്, മറ്റവൻ വെടിവെച്ച് ആളുകളെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അഹമ്മദ് വിറച്ചാണ് ഇവനെ പിടിക്കാൻ പോകുന്നത്. അപ്പം സുഹൃത്ത് പറഞ്ഞു, നീ പോവണ്ട, അപകടമാണ്. അപ്പൊ അഹമ്മദ് പറയുന്നു, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇയാളെ തടയാതിരിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അയാളുടെ മനുഷ്യത്വം അയാളെ വിളിക്കുകയാണ്, എന്റെ സഹജീവികൾ മരിച്ചു വീഴണം. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു പോകും ഈ ശ്രമത്തിനിടെ, നീ എന്റെ വീട്ടുകാരോട് പറയണം ഞാൻ ഇങ്ങനെ ശ്രമത്തിനിടയിലാണ് മരിച്ചതെന്ന് പറയണം. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാനാവാത്തത് കൊണ്ട് ഞാൻ അവനെ കയറി പിടിക്കാൻ പോയതാണ്. ഇതേ വികാരം കൊണ്ട് തന്നെയാണ് ഈ 69 വയസ്സുള്ള മുതുക്കൻ ജൂ ഈ കാറിൽ നിന്നിറങ്ങിയ ഭീകരന്മാരെ കയറി പിടിച്ചത്. അതിന്റെ പേര് മനുഷ്യത്വം എന്നാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ചില ആളുകള് ഈ മനുഷ്യത്വത്തെ എടുത്തിട്ട് മറ്റേ ഉടുപ്പിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എ പി അഹമ്മദിന്റെ ഒരു പ്രഭാഷണം കുറച്ച് മുമ്പ് കേൾക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ജൂതന്മാർ എല്ലാ കാലത്തും ലോകത്തെമ്പാടും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ജൂതന്മാർ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയത് ക്രിസ്തുവിനെ കൊന്നതിന് ശേഷം ക്രിസ്ത്യാനികളാണ് ജൂതന്മാരെ ആദ്യം ആക്രമിച്ചു തുടങ്ങിയത്. അങ്ങനെ ക്രിസ്ത്യാനികളെ കൊന്നു അവസാനം പിന്നെ റോമൻ കത്തോലിക്കനായ ഹിറ്റ്ലറാണ് ഏറ്റവും കൂടുതൽ ജൂതന്മാരെ കൊന്നിട്ടുള്ളത്. ഈ എ പി അഹമ്മദ് എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ പരിവേഷം ഇടുന്ന ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം, ഇടതുപക്ഷ രൂപമൊക്കെയുള്ള ഒരാളാണ്. പിന്നീട് ഈ ഇസ്ലാമിസ്റ്റുകളും ഈ അടുത്ത കാലത്ത് പിന്നെ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിൽ ഈ ഇസ്രായേൽ പ്രശ്നത്തിന് ശേഷം കുഴപ്പമുണ്ടായി. ഇങ്ങനെ പറഞ്ഞ് ഈ പ്രശ്നത്തേക്ക് ഡൈല്യൂട്ട് ചെയ്ത് വിടുകയാണ്, ഈ ഇസ്ലാമിസ്റ്റുകളുടെ പ്രശ്നത്തേക്ക് ഡൈല്യൂട്ട് ചെയ്ത് വിടുകയാണ്. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 10 ജൂതന്മാർ, അതുകൊണ്ട് ജൂതന്മാരെ ന്യായീകരിക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 10 ജൂതന്മാരുടെ പേര് ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാൾ മാർക്സിൽ തുടങ്ങി ആൽബർട്ട് ഐൻസ്റ്റീനിൽ പറഞ്ഞ് 10 ജൂതന്മാരുടെ പേര് പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധനായ യൂതൻ ആരാണ്? ഏത് കുഞ്ഞിന് പുറം അറിയാം? ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ജൂതൻ ക്രിസ്തുവാണ്. അയാൾ ക്രിസ്തുവിന്റെ പേര് മറന്നുപോയി. ക്രിസ്ത്യാനികളും ജൂതന്മാരും തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള വഴക്കുണ്ടാവാൻ ഒരു മാർപ്പാപ്പയും ഒരിടത്തും ഒരു ബൂളായി ഇറക്കിയിട്ടില്ല. ക്രിസ്ത്യാനികളെ നയിക്കുന്ന മാർപ്പാപ്പമാരാണ്, ഹിറ്റ്ലർമാരല്ല. ഹിറ്റ്ലർ ഒരിക്കലും, പലപ്പോഴും നമ്മളുടെ ആളുകൾക്ക് ഒരു സംശയമുണ്ട്, നമ്മൾ ക്രിസ്ത്യാനികൾ ജൂതന്മാരെ ഏതാണ്ട് ചെയ്തോ? പല സ്ഥലത്തും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടായിട്ടോ, മനുഷ്യന്റെ പേരൊക്കെ കൊണ്ട് മനുഷ്യ പലതും ചെയ്യും. പക്ഷെ ക്രിസ്ത്യാനികൾ ഔദ്യോഗികമായി എന്ത് ചെയ്യണമെന്ന് നിശ്ചയിക്കുന്ന മാർപ്പാപ്പയാണ്. ഒരു പോപ്പ് പോലും ജൂതന്മാർക്കെതിരെ ഒരു കാര്യവും ഒരു കാലത്ത് ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, യൂറോപ്പിന്റെ നിയന്ത്രണം, രാഷ്ട്രീയ നിയന്ത്രണം ദീർഘകാലത്തെ ക്രിസ്ത്യാനികൾക്കായിരുന്നു. ഒരു കാലത്തും ക്രിസ്ത്യാനികളെ ജൂതന്മാരെ ആക്രമിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ. ജൂതന്മാർക്ക് പലയിടത്തും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് വേറെ കാര്യം. ക്രിസ്തുവിന്റെ കാലത്തിന് എത്രയോ മുൻപ് മുതൽ അസീറിയൻ ആക്രമണം വരുന്നുണ്ട്, അതിനു മുൻപ് ബാബിലോണിയ വരുന്നുണ്ട്. ജൂതന്മാർ എല്ലാ കാലത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ചരിത്രമാണ്. അവർ ദൈവജനമാണ്. ദൈവജനത്തോട് പിശാചിന് വിരോധം തോന്നുന്നത് തീർത്തും സ്വാഭാവികമാണ്. ഇന്നും പിശാചിന് അവരോട് വിരോധം തോന്നുന്നുണ്ട്. അത് തന്നെയാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടത്. സമയം തീർന്നു പോയി ഞാൻ വിചാരിക്കുന്നു. തൽക്കാലം നിർത്തും. ശ്രീ ജോൺ ജോസ്, ഇപ്പൊ ഓസ്ട്രേലിയയിലെ ഭരണകൂടം ഇപ്പോൾ പാലസ്തീനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഇപ്പൊ ഈ ഒക്ടോബർ 7 സംഭവത്തിന് ശേഷമാണെങ്കിലും ഓസ്ട്രേലിയയിൽ വലിയ ആഘോഷങ്ങൾ ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാനിൽ അങ്ങനെ ഒരു സംഭവം നമ്മളിപ്പോൾ വാർത്തയിൽ കേട്ടായിരുന്നു. അപ്പോൾ ശരിക്കും അതേ ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഇപ്പോൾ ഈ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും അറ്റാക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഹമാസിന്റെ സ്ലീപ്പർ സെല്ലുകളെ പല സ്ഥലങ്ങളിൽ നിന്നും പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ശരിക്കും നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് വായിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പൊ ഈ കുടിയേറ്റത്തിനോട് കാണിച്ച ഒരു മമത അതൊരു അബദ്ധമായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റുമോ? ഒരു പരിധി വരെ അതൊരു അബദ്ധമായിരുന്നു. കൂടുതലായിട്ടും കുടിയേറ്റം എന്നതിനേക്കാൾ ഉപരി അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതായിരുന്നു ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയന് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. അതിന് ഏറ്റവും വലിയ സിഗ്നിഫിക്കന്റ് എക്സാമ്പിൾ ആണ് യു കെയില് ഈ കുടിയേറ്റം, പ്രത്യേകിച്ച് അഭയാർത്ഥികൾ, അതേസമയം ഇല്ലീഗലായിട്ട് വരുന്ന കുറെ ആൾക്കാർ അതൊന്ന് അവിടെ കുടിയേറി. അതുകൊണ്ടാണ് ഇപ്പോ യു കെ ഈ ഞങ്ങളുടെ രാജ്യമാണെന്ന് പറഞ്ഞ ടോബി റോബിൻസിന്റെ നേതൃത്വത്തിലൊക്കെ വലിയ റാലി നടത്തേണ്ട ആവശ്യമൊക്കെ യു കെയിലൊക്കെ വരുന്ന സ്ഥിതിഗതികളൊക്കെ വരുന്നത്. യൂറോപ്പീസ് ക്രിസ്ത്യൻ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരേണ്ട ആവശ്യമൊക്കെ വരുന്നത്. അപ്പോ നമ്മള് ഈ ഒക്ടോബർ 7 2023 ഒക്ടോബർ 7 യഹൂദന്മാർക്കെതിരെ ഇസ്രായേലിൽ ആക്രമണം ഉണ്ടായപ്പോൾ തീർച്ചയായിട്ടും മെൽബൺ, സിഡ്നി അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ, അതുപോലെയുള്ള പ്രത്യേകിച്ച് പ്രവിശ്യകളൊക്കെ ഈ പ്രോ പാലസ്റ്റീൻ റാലിയാണ് നടന്നത്. അത് ഭരണകൂടത്തിന്റെ ഒരു ഭാഗമായിട്ടായിരുന്നു, ഓസ്ട്രേലിയൻ ഭരണകൂടം ആയിരുന്നില്ല അതിന്റെ പിന്നില്, പക്ഷെ പ്രോ പാലസ്റ്റീൻ ആയിട്ടുള്ള റാലി ആയിരുന്നു ഇതിന് പിന്നിൽ നടന്നിരുന്നത്. അപ്പോ ഇതേ സമയം
നമുക്കറിയാവുന്നതുപോലെ ഈ സംഭവം നടന്നതിന് ശേഷം ഈ അടുത്തുണ്ടായ സിഡ്നിയിലുണ്ടായ സംഭവത്തിന് അതേ ദിവസം തന്നെ ഈ കാലിഫോർണിയയില് ഈ ഒരു യഹൂദ കുടുംബത്തിന്, യുഎസിലെ കാലിഫോർണിയ യഹൂദ കുടുംബത്തിന്റെ ഹനുക്ക ആഘോഷങ്ങൾ അലങ്കാരത്തിന് നേരെ ഒരു പാലസ്തീൻ മുദ്രാവാക്യം വിളിച്ച്, അതായത് ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ച് ഒരാള് 20 പ്രാവശ്യം വെടിയുയർത്തി എന്ന് പറഞ്ഞ ഒരു വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം മാധ്യമങ്ങൾ അത് മറച്ചു പിടിച്ചു, അല്ലെങ്കിൽ അത് കൊടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇത് സിഡ്നിയിൽ മാത്രമല്ല ഉണ്ടായ ഹനുക്കയുടെ ഒരു സംഭവത്തില് അമേരിക്കയിൽ ഉണ്ടായിരുന്നതിന് പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഹനുക്ക എന്നുള്ള തിരുനാളിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ തിരുനാൾ അല്ലെങ്കിൽ ഈ ആഘോഷങ്ങൾ ഒത്തുചേരലിന് ഒരു യഹൂദർക്കെതിരെ ഒരു ആയുധമാക്കി എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ഹനുക്ക എന്ന് പറയുന്ന 165 BC-യിൽ ഉണ്ടായ, അതായത് അവരുടെ രണ്ടാമത്തെ ജെറുസലേം ടെമ്പിൾ അവർക്ക് തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥയിൽ അവരുടെ സെലിബ്രേഷൻ ഉണ്ടായ, അതായത് അവർക്ക് ആ ജെറുസലേം ടെമ്പിൾ തിരിച്ചു കിട്ടി, അതിന്റെ പേരിൽ നടത്തുന്ന ഒരു ആഘോഷം, ഒരു ഫ്രീഡത്തിന്റെ ഒരു ആഘോഷം, സന്തോഷത്തിന്റെ ആഘോഷം, സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം, അതായത് സെല്യൂസിഡ് രാജവംശത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ സെല്യൂസിഡ് ആയിട്ടുള്ള ഒരു എംപറർ അല്ലെങ്കിൽ ഒരു സൈന്യത്തിൽ നിന്നാണ് ഇവർക്ക് ഈ പറയുന്ന ജെറുസലേം ദേവാലയം തിരിച്ചു കിട്ടുന്നത്. അതിന്റെ ആഘോഷമാണ്, ആ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമാണ് ഇവര് ഹനുക്ക എന്നുള്ള തിരുനാൾ മെനോറ ഈ ലാമ്പ് കത്തിച്ച് അവര് കൊണ്ടാടുന്നത്. അപ്പോ ആ ദിവസം തന്നെ ഇവർ ഈ വർഷിപ്പ്, സത്യദൈവത്തെ ആരാധിക്കുന്ന ആ വേളയിൽ തന്നെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വേളയിൽ തന്നെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാം അനുഭാവികൾ അല്ലെങ്കിൽ ഇതുപോലെ തീവ്ര ഇസ്ലാമിക് ചിന്താഗതികൾ ആൾക്കാർ ഈ ദിവസം തെരഞ്ഞെടുക്കുന്നു എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇത്രേ ഉള്ളൂ, അതായത് ജെറുസലേം ടെമ്പിൾ, നേരത്തെ ഡോക്ടർ മല്ലിശ്ശേരി പറഞ്ഞതുപോലെ തന്നെ ജെറുസലേം ടെമ്പിളിനെ ആധാരമാക്കിയിട്ടുള്ള ഒരു കഥ തന്നെയാണ് ഇതിന് പിന്നിലൂടെ നടന്നു വരുന്നത്. ഫ്രീ പാലസ്തീൻ, നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ പാലസ്തീൻ അനുഭാവികളാണ് ഇപ്പൊ ലോകമെങ്ങും ഇതിന്റെ പതാക പിടിച്ച് പല സ്ഥലങ്ങളിൽ, ഇപ്പൊ ക്രിസ്മസ് ആഘോഷങ്ങൾ, ബെലാറസിലടക്കം ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസിന്റെ പല ഈ ചിത്രീകരണങ്ങൾ, അലങ്കാരങ്ങളൊക്കെ തല്ലിപ്പൊളിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് വരുന്ന ഈ അടുത്തടുത്ത് വന്ന ന്യൂസുകളാണ് അതൊക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. അപ്പോ ഇവര് യഹൂദർക്കെതിരെ, ഫ്രീ പാലസ്തീൻ എന്ന് പറയുന്നത് യഹൂദർക്കെതിരെ മാത്രമേ പാടുള്ളായിരുന്നു. പക്ഷെ എങ്കിലും ക്രിസ്ത്യാനികളുടെ ആയിട്ടുള്ള അലങ്കാരങ്ങൾ, അവിടെ ക്രിസ്മസ് മാർക്കറ്റില്, ഇതൊക്കെ വരുന്നത് ഈ മറ്റു മതസ്ഥര്, അതായത് ഇവരുടെ വിഭാഗത്തിൽ പെടാത്ത മറ്റുള്ളവർക്ക് എതിരായിട്ടുള്ള എന്തും, അത് ആഘോഷങ്ങളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അതൊക്കെ ഇല്ലാതാക്കി ഇവരുടെ നിയമം, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ലെങ്കിൽ കാലിഫേറ്റ്, ഇവരുടെ നിയമം കൊണ്ടുവരുത്തുക എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതിനുവേണ്ടി അവർ എന്ത് ചെയ്യും? അത് അവരുടെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ രക്തത്തിൽ, നൂറ്റാണ്ടുകളായിട്ട് തന്നെ അവരുടെ രക്തത്തിൽ അലിഞ്ഞേർന്നതാണ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ജോൺ, അതായത് വേറൊരു കാര്യം കൂടെ, അതായത് ഇപ്പൊ ഈ തീവ്രവാദത്തിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്ന മതപരമായ പഠനങ്ങൾ തന്നെയല്ലേ? ചെറുപ്പം മുതലേ ഇവരെ പഠിപ്പിച്ച് അതിനായിട്ട് ആ ഒരു തീവ്രവാദത്തിലേക്ക് അടുപ്പിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അതിലേക്ക് ഈ ചെറുപ്പം മുതലേ ഇവരെ നയിക്കുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത്? കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇതുപോലുള്ള പല തീവ്രവാദ ആക്രമണങ്ങളിലായാലും ശരി, മരിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ആക്രമണം ചെയ്യുന്നവരോ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവത്തില്ല, അവർക്ക് പരസ്പരം അറിയത്ത് പോലും ഉണ്ടാവത്തില്ല. എന്നിട്ടും യാതൊരു ദേഷ്യമോ അല്ലെങ്കിൽ വൈരാഗ്യവും ഇല്ലാത്ത ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുന്നുണ്ട് എങ്കിൽ അതിന്റെ കാരണം ശരിക്കും ഈ ഒരു മതപരമായിട്ടുള്ള പഠനങ്ങൾ തന്നെ ആയിരിക്കില്ല, അത് തിരുത്തേണ്ടതല്ല ശരിക്കും? മതപരമായ പഠനങ്ങൾ തന്നെയാണ് തീവ്ര ഇസ്ലാമിക് ചിന്ത. നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര ആളുകളാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികളായിട്ട് മറ്റു തീവ്രവാദ ചിന്തകളിലേക്ക് പോയിടുന്നത്? ഇപ്പൊ ഈ കഴിഞ്ഞ 10/11 അറ്റാക്ക് തന്നെ ഒരു ഉദാഹരണമാണ്. ഇവർ ചാവേറുകളായിട്ട് പൊട്ടിത്തെറിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്കൊരു സ്വർഗം കിട്ടും, ഒരു പ്രത്യേക തരത്തിലുള്ള ഈ ഭൂമിയിലേക്കാളും ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു സ്വർഗം കിട്ടുന്നു, അവിടെ അവർക്ക് സന്തോഷം ഉല്ലസിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഇവര് പൊട്ടിത്തെറിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവര് അള്ളാഹു എന്നൊരു, അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ ദൈവത്തിന്റെ പേരെ വിളിച്ചിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഒക്ടോബർ 7th നടന്ന ഒരു അറ്റാക്കിന് ശേഷം ഇവർ ഈ ഇസ്രായേലിലുള്ള ബന്ധുക്കളെ പിടിച്ചുകൊണ്ടോ ചിലവരെ മാനം കൊടുക്കുന്നു, കൊല്ലുന്നു. അതിനുശേഷം ഇവർ വിളിക്കുന്ന ഒരു പേരെന്താണ്? തക്ബീർ എന്നുള്ള പേരുകളാണ്, ഇസ്ലാമിക് മുദ്രാവാക്യങ്ങളാണ് വിളിക്കുന്നത്. കണ്ടോ, ഇതിനർത്ഥം എന്താണ്? ഇത് മതപരമായ വേരുകളാണ് ഇതിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്നത്. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുണ്ട്, കേരളത്തിലുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കേരളത്തിലൊക്കെ എത്ര സ്ലീപ്പർ സെല്ലുണ്ടെന്ന് ഒരിക്കലും UN പ്രസ്താവന നടത്തിയിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അന്വേഷിക്കാൻ പോയിട്ടില്ല, അത് വേറെ കാര്യം. ഇതൊക്കെ കർണാടക എത്ര സെൽസ് ഉണ്ട്, അതൊന്നും അന്വേഷിക്കാൻ പോയിട്ടില്ല. അപ്പോ ഈ മതത്തിന്റെ പേരുകൾ ഈ കുട്ടികളിലേക്ക് ഈ ചെറുപ്പം ജനനം മുതലേ, നമുക്കറിയാലോ, ഞാനൊരു
പണ്ട് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് പോലെ, അതായത് ഈ മനുഷ്യന്റെ മനസ്സൊരു ടാബുലർ റാസ ഒരു ഈ ബ്ലാക്ക് ബോർഡ് പോലെയാണെന്ന് പറയും. അപ്പൊ ഈ ബ്ലാക്ക് ബോർഡിലേക്ക് ചെല്ലുന്ന അക്ഷരങ്ങൾ ഈ കുട്ടി പഠിച്ചു വരുന്നത്. ഈ പഠിച്ചു വരുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളിൽ പറയുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ ഇതുപോലുള്ള തീവ്രവാദ ചിന്തകൾ കുത്തിവയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ജനിച്ചു വരുന്ന പിള്ളേരൊക്കെ എന്തൊരവസ്ഥയിലൊക്കെ ആയിരിക്കും എന്നുള്ളത് കണ്ടറിയാം. അതാണ് ഈ പാലസ്തീനിലെ ഈ യഗേഷന്മാരൊക്കെ ഒരു കുട്ടിയൊക്കെ പിടിച്ച് പിടിച്ചു കൊടുക്കുന്ന ഒരു ചിത്രങ്ങളൊക്കെ നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ ഭാഗം എന്താണ്? അതുപോലെ കേരളത്തിൽ ഉണ്ടായിരുന്നു മലരും മരിയൊക്കെ കുന്തിരിക്കൊക്കെ കരുതി വെച്ചോ, ഞാൻ ഉയർന്നുള്ള നിങ്ങളൊക്കെ കാലന്മാരെന്നൊക്കെ പറഞ്ഞ ഒരു സമയത്തൊക്കെ കേരളത്തിലെ കുട്ടികൾ തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ പിന്നില് എങ്ങനെയാണ് ഈ കുട്ടികളെ തീവ്രവാദ ചിന്തകള് ഈ കുത്തിവെച്ച് മറ്റുള്ള ആൾക്കാർ വെറുക്കപ്പെടേണ്ടവരാണ്, തങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. ഇനിയിപ്പോ ഞങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഈ ഞങ്ങൾക്ക് ബോംബ് പൊട്ടി ചത്താൽ തന്നെയും ഞങ്ങൾക്കൊരു സ്വർഗമുണ്ട്, അതായത് ആ സ്വർഗത്തില് ഈ വലിയൊരു 72 ഭൂരിമാരും അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളൊക്കെ പിടിച്ചെടുക്കുന്ന ആൾക്കാരൊക്കെ അതായത് ഈ മൂന്ന് സ്വർഗം എന്ന് പറഞ്ഞൊരു അക്ഷരാർത്ഥത്തിലേക്ക് അവരെ അടിച്ച് താഴ്ത്തിയിരിക്കുകയാണ്. അതിനാണ് ഈ പറയുന്ന നമ്മള് ഈ മതചിന്തകളുടെ മതവേദികൾ ആഴ്ന്നിറങ്ങി. ഈ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത് മതമില്ലാത്ത നിരീശ്വരവാദത്തിന്റെ ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷെ ഇതെന്ന് പറഞ്ഞ മതത്തിന്റെ രൂപത്തിലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തീവ്ര ഇസ്ലാമിക ചിന്തകൾ കടന്നുകൂടി ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ലോകത്തിന്റെ മിക്ക ഭാഗത്തുണ്ട്. ഇപ്പോ ഇന്ത്യയിൽ ബോംബ് പൊട്ടിയത് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോ ഓസ്ട്രേലിയയിൽ ബോംബ് പൊട്ടാനിരിക്കുന്നു. ഇനി അങ്ങനെ പല സ്ഥലങ്ങളിലും എത്ര സ്ഥലങ്ങളിൽ ഇനി പൊട്ടാനിരിക്കുന്നു. അപ്പൊ അതിന്റെ ഇപ്പൊ ഈ ഇന്നലെ വന്നൊരു വാർത്തയാണ്, അമേരിക്കയിൽ നിന്ന് 5 ഇടങ്ങളിൽ, ലോസ് ആഞ്ചലസിൽ നിന്ന് 5 ഇടങ്ങളിൽ ബോംബ് പൊട്ടിക്കാനുള്ള വലിയൊരു അതായത് ന്യൂവേഴ്സ് ദ്വീപിന് വേണ്ടി ബോംബ് പല സ്ഥലങ്ങളിലും പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിരുന്ന പല എന്താ പറയാ അങ്ങനെയുള്ള പ്ലാനുകൾ FBI പൊളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് തീവ്ര ലെഫ്റ്റ് ചിന്താഗതിക്കാരായ ആൾക്കാരാണ്. ഈ തീവ്ര ലെഫ്റ്റ് ചിന്താഗതിയായ ആൾക്കാരാണ് യൂറോപ്പിലും ഈ ബ്രിട്ടനിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പാശ്ചാത്യ നാടുകളിലൊക്കെ ഈ കുടിയേറ്റങ്ങൾ ഇതുപോലെയുള്ള അഭയാർത്ഥികളെ സ്വീകരിച്ച ആ നാട് മൊത്തം വഷളാക്കിയത്. ഈ ന്യൂയോർക്കില് സ്വർണ്ണദാനം ജയിക്കാൻ വേണ്ടി കാരണം എന്താണ്? അത് ഇത്രത്തോളം ലെഫ്റ്റിസ്റ്റുകളുടെ പിന്നിൽ ഈ അജണ്ടകളാണ്. അവർക്ക് വേണ്ട എന്താണ്? LGBT എന്നുള്ളതാണ്, സെയിം സെക്സ് മാരേജ് എന്നാണ്, UK നടക്കുന്നതാണ്. ഇതേ അവസ്ഥ തന്നെയാണ്. ഇതിനെതിരെയാണ് ടോമി റോബിൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്. അമേരിക്കയിലെ ട്രംപ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രതികരിക്കുന്നത്. അപ്പൊ ഈ ട്രംപിനെതിരെ വികാരത്തിനെതിരെയുള്ള ഒരു ചിന്താഗതി ഇപ്പോൾ തന്നെ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിന്താഗതിക്ക് കൂട്ടുനിൽക്കുന്ന വ്യാജേന ഇസ്ലാമും അതിന് കൂടെ ചേർന്നത്, ഈ തീവ്ര ഇസ്ലാമിക് ചിന്താഗതിക്കാർ ഇതിന് കൂടെ ചേരുന്നു. പക്ഷെ ഇസ്ലാമിന്റെ യഥാർത്ഥ സ്വഭാവം അനുസരിച്ച് ഈ പറയുന്ന LGBT അപ്പോ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നേരത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഈ ഇടതുപക്ഷക്കാര് എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ ഈ രാജ്യത്തിന് കൂടുതൽ നാശമാണ് സംഭവിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയ എക്സാമ്പിൾ ആണ്, UK എക്സാമ്പിൾ ആണ്, അമേരിക്കൻ എക്സാമ്പിൾ ആണ്. അപ്പോ ഇതൊക്കെ പിന്നിൽ ഈ തീവ്ര പക്ഷത്തിന്റെ കൂടെ തന്നെ നിരീശ്വരവാദം അതിന് പിന്നിൽ കൂടെ ഒരു സ്ഥലം ഉണ്ടാക്കി നുഴഞ്ഞു കയറി തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരും കയറി അവിടെയെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഒരു കോമൺ ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, ഇപ്പം നമ്മൾ എല്ലാം ഡിജിറ്റലായിട്ട് നോക്കുന്ന ഒരു കാലമാണല്ലോ. ഇപ്പം നമുക്കിപ്പം എന്തുണ്ടെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും ചാറ്റ് GPT ചോദിക്കുന്ന ഒരു പ്രവണത ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ചാറ്റ് GPT ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള തീവ്രവാദത്തെക്കുറിച്ച് ചാറ്റ് GPT ചോദിക്കുകയാണെങ്കിൽ ചാറ്റ് GPT പറയുന്ന അനുസരിച്ച് ലോകം മുഴുവനും നടക്കുന്ന തീവ്രവാദം നോക്കിയാൽ ഒരു 94% ഇസ്ലാമിക തീവ്രവാദമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ കെയർ ഓഫിൽ നടക്കുന്നതാണ് എന്നാണ്. എന്നാൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ പിടിച്ചു കെട്ടാൻ ലോകരാജ്യങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് കഴിയുന്നുമില്ല. നമുക്കറിയാം ഇപ്പം ഈ തമിഴ് പുലികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ജോണ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദം, ഇതിനൊക്കെ ഒരു പരിധി കൂടുതൽ തകർക്കാൻ നമ്മുടെ ലോകരാജ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഇസ്ലാമിക തീവ്രവാദം ഒരിടത്ത് തകർക്കുമ്പോൾ മറ്റൊരിടത്ത് പോകുന്നു. അതുപോലെ ഇപ്പം ലോകം മുഴുവനും ഭീഷണിയാവുന്നു, ലോകം മുഴുവനും സമാധാനം കിടത്തുന്ന ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ലോകത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് ഇത് വളരാനൊരു കാരണം? നമുക്ക് സമയം കുറവുണ്ട്, ചുരുങ്ങിയ വാക്കുകൾ അങ്ങ് സൂചിപ്പിക്കാം. ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം തന്നെയാണത്. കാരണം ലോകം എന്നത് മനുഷ്യന് ജീവിക്കുന്ന ലോകമാണ്. ഇത് മനുഷ്യൻ എന്ന് പറയുന്ന ആ സാധനത്തിനകത്ത് ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, മനുഷ്യന്റെ മനസ്സിനകത്ത് ലയിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആരുടെ മനസ്സിനകത്താണ് ഈ ഇസ്ലാമിക തീവ്രവാദം ലയിച്ചു കിടക്കുന്നത് എന്ന് തിരിച്ചറിയാനാവില്ല. ഇപ്പൊ ഈ സാധാരണ മനുഷ്യർ, മുസ്ലിങ്ങൾ എല്ലാവരും തീവ്രവാദികളല്ല, തീവ്രവാദികളായിട്ടുള്ളവരെ നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിക്കുന്നു. പക്ഷെ വലിയൊരു ശതമാനം ഇസ്ലാമിസ്റ്റുകൾ ഉണ്ട്. ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ഏതാണ്ട് എൻ്റയർ മുസ്ലിം ലോകത്തിന്റെ സപ്പോർട്ടും ഉണ്ട്. കാരണം ഈ ഇസ്ലാമിസ്റ്റുകള്
അള്ളാവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന ഒരു ചിന്ത അറിഞ്ഞോ അറിയാതെയോ മുസ്ലിം ലോകത്തുണ്ട്. അതുകൊണ്ട് ഒരു ഇസ്ലാമിസ്റ്റ് ബോംബ് നിർമ്മിക്കുന്നത് കണ്ടാൽ, ഒരു ജൂതനെ കൊല്ലാൻ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ കൊല്ലാൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ബോംബ് നിർമ്മിക്കുന്നത് കണ്ടാൽ അറിഞ്ഞാൽ ഒരുപക്ഷെ ആ സമൂഹം അത് ഇൻഫോം ചെയ്തില്ല എന്ന് വരും. അപ്പൊ ഇതിങ്ങനെ ഒളുങ്ങി എംബഡഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ആരുടെ മനസ്സിലാണ് ഈ സാധനം കിടക്കുന്നതെന്ന് നമുക്ക് ഒരു തരത്തിലും തിരിച്ചറിയാനാവില്ല. ഈ മനുഷ്യന്റെ കാര്യം ഓസ്ട്രേലിയയില് 998 മുതൽ ജീവിച്ച ഈ മനുഷ്യൻ ഇത്തരത്തിൽ ആ സമൂഹത്തെ ചതിച്ചു കളയുമെന്ന്, അയാൾക്ക് ഭക്ഷണം കൊടുത്ത സമൂഹത്തെ ഇത്തരത്തിൽ ചതിച്ചു കളയുമെന്ന് അവർ ചിന്തിക്കാനാവില്ല. കാരണം മനുഷ്യരെങ്ങനെയല്ലേ, നമ്മളുടെ വീടിന് മുമ്പ് എന്നോട് ഭക്ഷണമില്ലേ, കഞ്ഞിയില്ലേ, എനിക്ക് കുറച്ച് കഞ്ഞി കുടിക്കാൻ തരണേ, എനിക്ക് കിടപ്പാടമില്ല, എനിക്ക് കിടക്കാൻ തരണേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇവർ നുഴഞ്ഞു കയറിയിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇവരും കൂടെ കഴിച്ച് ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആ സാധനത്തിന്റെ പേരും മനുഷ്യത്വം എന്നാണ്. ആ മനുഷ്യത്വത്തിന് അവർ തിരിച്ചു കൊടുത്ത വിലയാണിത്. പാമ്പിന് പാല് കൊടുത്തതുപോലെ കയ്യിൽ കയറി കടിക്കുന്നു. അപ്പൊ പലപ്പോഴും ഈ പാല് കുടിക്കുന്ന സാധനം പാമ്പാണെന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം ഈ പാമ്പിനെ ഇവന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ലോകത്തിലെല്ലായിടത്തും സംഭവിക്കുന്നത്, അമേരിക്കയിലായിക്കൊള്ളട്ടെ, യൂറോപ്പിലായിക്കൊള്ളട്ടെ, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിലായിക്കൊള്ളട്ടെ, ഓസ്ട്രേലിയയിലായിക്കൊള്ളട്ടെ, ഇന്ത്യയിലായിക്കൊള്ളട്ടെ, ഒക്കെ സംഭവിക്കുന്നത് ഇതുപോലെ ദയവ് കാണിക്കുന്നവന്റെ കൈക്കിട്ട് കുത്തിയ കഥ തന്നെയാണ്. അപ്പം അവിടെ ഞങ്ങൾ ഒരു വിഭാഗവും, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, ഒരു ഭാഗത്ത് മനുഷ്യരും മനുഷ്യത്വവും, മറുഭാഗത്ത് ഇസ്ലാമിസ്റ്റുകളും ഭീകരചിന്തയും എന്ന നിലയിൽ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ ഇസ്ലാമിസ്റ്റുകളെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ലോകം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊന്ന് വേർതിരിച്ചെടുക്കാൻ തുടങ്ങിയാൽ ഉടനെ ഈ ലെഫ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്നൊരു കുറച്ച് കാറ്റഗറി ഉണ്ട്. ഇന്ത്യയിലാണെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, കോൺഗ്രസ് അതിന്റെ കൂട്ടത്തിൽ പെടുന്നവർ തന്നെയാണ്. അവരൊപ്പം കൂടെ നിലവിളിക്കാൻ തുടങ്ങും, അയ്യോ അങ്ങോട്ട് തെല്ലുന്നേ ഇങ്ങോട്ട് തെല്ലുന്നേ, ഇവിടെ പൗരത്വം പോയി. ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ഈ SIR-നെതിരെ നിലവിളിക്കുന്നത് പോലെ SIR ഉപയോഗിച്ച് ഇവിടെ ഭീകരവാദികളെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് കരയുന്നത് ഭീകരവാദികളെ പിടിക്കല്ലേ, തൊട്ടാൽ അവന് നൊന്നുപോകും, എടുത്ത് എളിയിൽ വെച്ചേക്കാം എന്നാണ് ഈ പറയുന്നത്. ഇതാണ് ശരിക്കും കാര്യം. ലോകത്തെല്ലാവരും സംഭവിക്കുന്ന ഇതേ സംഗതിയാണ്. അതെ, ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞ്, ഇസ്ലാമോഫോബിയ പരത്തുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു നിലവിളി അല്ലെ. ശരിക്കും ലോകം എത്രത്തോളം പുരോഗമിച്ചാലും, ടെക്നോളജി എത്രത്തോളം വളർന്നാലും, മനുഷ്യന്റെ ശത്രുതാപരമായ ചിന്തകൾ തകരാതെ അതിനെ, തീവ്രവാദത്തെ തള്ളിപ്പറയാനും കൂട്ടത്തിലുള്ളവരെ തിരുത്തുവാനും നമ്മൾ തന്നെ തീരുമാനമെടുക്കണം. അടുത്ത കാലങ്ങളിലായി നടക്കുന്ന തീവ്രവാദത്തെ വെള്ളപൂശുക അല്ലാതെ തള്ളിപ്പറയാൻ കേരളത്തിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും എത്ര പേര് തയ്യാറായി എന്നത് വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ, വരാൻ പോകുന്ന കാലങ്ങളിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമെന്ന് കൂടി ചിന്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജോയ്സ് മാത്യു. ചർച്ചയിൽ പങ്കുചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.